ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ആക്ടിവിറ്റി. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ്. ഒരു ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്രെയിം ഉണ്ടാക്കാനാണ് വന്നിട്ടുള്ളത്. ഇത് സിമ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഇതിന് ആവശ്യമായ മെയിനായിട്ടുള്ള 3 സംഭവങ്ങളേ ഉള്ളൂ. കാർഡ്ബോർഡ്, പിന്നെ പെയിന്റും സ്കെച്ചും അതും ഒന്നിൽ കൂട്ടാം, പിന്നെ പേപ്പർ, വൈറ്റ് പേപ്പർ. നമ്മൾ എടുക്കുന്ന വൈറ്റ് പേപ്പറിന്റെ ഏറ്റവും മുകളിലായിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിന്റെ മുകളിലായിട്ട് നമ്മളൊരു സാന്റേനെ വരച്ചെടുക്കണം. നിങ്ങൾക്ക് നോക്കി വരക്കാം, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് സാന്റേന്റെ ഫോട്ടോ കിട്ടും. അതിനനുസരിച്ച് നമ്മൾ നോക്കി വരച്ചാൽ മതി. അല്ല, ഞാൻ വരക്കുന്നത് പോലെ തന്നെ നിങ്ങൾ വരച്ചാലും മതി. പിന്നെ നിങ്ങൾ വൈറ്റ് പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ A4 ഷീറ്റ് എടുക്കാം, അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സിലൊക്കെ ഉപയോഗിക്കുന്ന മാത്സിന്റെ ബിഗ് നോട്ട് ഉണ്ടാവില്ല, ബിഗ് നോട്ടിന്റെ ഒരു പേപ്പർ ഫുള്ളായിട്ട് എടുക്കണം. അപ്പോൾ ഞാനിത് സാന്റേനെ സിമ്പിളായിട്ട് വരക്കട്ടെ. സാന്റേനെ വരച്ചെടുത്തു. അപ്പം നമ്മുടെ സാധനം എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് സ്കെച്ച് പെനാണ് വേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം ബ്ലാക്ക് കൊണ്ട് സാന്റേനെ ഫുള്ളായിട്ടൊന്ന് വരക്കുന്നുണ്ട്. ഫുൾ ബോർഡർ ഞാൻ വരച്ച പോലെ തന്നെ ആയിട്ട് വരക്കുന്നുണ്ട്. എന്നിട്ട് ശേഷം ഞാൻ സാന്റേനെ എല്ലാവർക്കും ഡ്രസ്സ് അറിയാമായിരിക്കുമല്ലോ, റെഡ് കളർ ആയിരിക്കുമല്ലോ. അപ്പൊ റെഡ് ഡ്രസ്സും പാന്റും തൊപ്പിയും ഒക്കെ ഞാൻ മാർക്കർ കൊണ്ട് കളർ ചെയ്യാനാണ്. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് സഞ്ചിയില്ലേ, ആ സഞ്ചിക്ക് ഫുള്ളായിട്ട് കാപ്പി കളർ അടിക്കുന്നില്ല. കാരണം നമ്മൾ ഫ്രെയിമിന്റെ ഈ ഒരു കാർഡ്ബോർഡ് സാധനം കൊണ്ട് അവിടെ വെക്കുമ്പോൾ ആ ഒരു ഭാഗം മറയുമല്ലോ. അന്നേരം പിന്നെ ഓൾറെഡി ആയിട്ട് നമ്മൾ അവിടെ അടിച്ചിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഷൂവിനും ബ്രൗൺ കളറാണ് അടിക്കുന്നത്. അത് നമുക്ക് വേഗം അടിച്ചിട്ട് കാണാം. സാന്റേന്റെ ഒരു കൈ വെറുതെ ഇരിക്കുന്ന പോലെ തോന്നി. അപ്പൊ ഞാനൊരു ഗിഫ്റ്റ് ബോക്സ് അവിടെ വരച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരു ബ്ലൂ കളറിലെ ഗിഫ്റ്റ് ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് റെഡ് കളറിലെ റിബൺ കെട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. സൂക്ഷിച്ച് മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് കാർഡ്ബോർഡ് പീസാണ്. അപ്പൊ കാർഡ്ബോർഡ് പീസ് ഞാൻ വീതി എടുക്കുന്നത് 2 സെന്റിമീറ്റർ ആണ്. 4 വശത്ത് 2 സെന്റിമീറ്റർ ആണ് വീതി എടുക്കുന്നത്. വീതി 2 സെന്റിമീറ്റർ ആണ്. പക്ഷേ നീളം ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ A4 ഷീറ്റ് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് A4 ഷീറ്റിനനുസരിച്ചുള്ള നീളമായിരിക്കും വേണ്ടത്. ഒരു 21 സെന്റിമീറ്റർ ആയിരിക്കും A4 ഷീറ്റ് ഉണ്ടാവുക. ഇതെന്തായാലും ഒരു 18 സെന്റിമീറ്റർ ആണ് ഉള്ളത്. ഞാൻ അളന്നപ്പോൾ 18 ആണ് ഉള്ളത്. ഞാൻ എടുത്ത് ഞാൻ പറഞ്ഞുള്ള ബുക്കിന്റെ പേപ്പറാണെന്ന്. അപ്പൊ നമുക്ക് ഇതുപോലത്തെ 4 എണ്ണം വേണം, താഴെ മേലൊക്കെ ആയിട്ട്. നമുക്കിത് റെഡ് കളർ വെച്ചിട്ട് ഒന്ന് പെയിന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ റെഡ് കൊടുക്കാം, കാരണം നമ്മൾ വൈറ്റ് പേപ്പറിന് റെഡ് നന്നായിട്ട് മാച്ച് ചെയ്യുള്ളൂ. അതുപോലെ ക്രിസ്മസിന്റെ കളറും വൈറ്റും റെഡും അല്ലേ, വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ ആയിരിക്കും ക്രിസ്മസിന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫ്രെയിമിന് റെഡ് കൊടുക്കാൻ കാരണം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ബ്ലൂ, ഗ്രീൻ, യെല്ലോ എല്ലാ കളറും വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ എന്തായാലും ഞാൻ ഈ 4 കാർഡ്ബോർഡിനെയും ഒന്ന് കളർ ചെയ്തിട്ട് ഉണക്കിയിട്ടെടുക്കാൻ വരുന്നുണ്ട്. അപ്പം ഉണക്കാൻ അത്രയൊന്നും പാടില്ല, കാരണം ഇത് കാർഡ്ബോർഡ് ആയതുകൊണ്ട് വേഗം ഉണങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് വേണ്ട ഇത് ഉണങ്ങി കിട്ടാൻ. അത് വേഗം ഉണങ്ങട്ടെ. അപ്പൊ നമ്മുടെ കാർഡ്ബോർഡ് പീസ് ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെ ഇതിൽ ഒട്ടിക്കാൻ നോക്കാം. അപ്പം ആദ്യം ഫെവിക്കോളാണ് ഇതിന് നല്ലത്. ഗമ്മായിട്ട് നിങ്ങൾക്ക് ഫെവിക്കോളാണ് നല്ലത്. നമ്മളിതാ ഇതിലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പകുതി സഞ്ചി കാണൂല, അപ്പൊ അവിടെ അടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളിത് ലെവലാക്കിയിട്ട് വേണം ഒട്ടിക്കാൻ, ചെരിഞ്ഞൊന്നും പോവരുത്. ഇത് ഒട്ടിച്ചതിന് ശേഷം എഡ്ജിലൊക്കെ ബാക്കി വരുന്ന പീസസ് ഉണ്ടെങ്കിൽ, പേപ്പറിന്റെ പീസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിടുക അവസാനം. അപ്പൊ നമ്മൾ ഫ്രെയിമില് സാധാരണ ബാക്ക് സൈഡിലും ഒരു ഇതുണ്ടാവൂലേ, ബാക്ക് സൈഡിലും കാർഡ്ബോർഡ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവം ഉണ്ടാവൂലേ. ഞാൻ ബാക്കിലും കാർഡ്ബോർഡ് കൊടുക്കാൻ കാരണം, കൂടുതലായിട്ട് പറയാൻ കാരണം,
അത് നമ്മളിങ്ങനെ നിപ്പിക്കൂലേ, എവിടെയെങ്കിലും ചായ ഷോക്കേസിലോ അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ നിർത്തിക്കുമ്പോൾ അത് അവിടെ സെറ്റായിട്ട് നിൽക്കാൻ നമുക്ക് ബാക്കിൽ കാർഡ്ബോർഡ് പീസ് വേണം. അതിനനുസരിച്ചിട്ട് നമ്മളിപ്പം ചെയ്ത ഒരു പേപ്പറിനനുസരിച്ചിട്ട് നമ്മൾ ബാക്ക് സൈഡിലായിട്ട് മുറിക്കാം. ബാക്ക് സൈഡിന് ആവശ്യമായിട്ടുള്ള വലുപ്പത്തിൽ കാർഡ്ബോർഡ് മുറിച്ചിട്ട് അതുപോലെ തന്നെ അങ്ങ് ഒട്ടിച്ചെടുക്കാം. വേറെ ഒന്നും ചെയ്യണ്ട. ബാക്ക് പിന്നെ ആരും കാണുന്നില്ല, അവിടെ പെയിന്റ് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഫുള്ളായിട്ടൊന്ന് എഡ്ജൊക്കെ ഒന്ന് നന്നായിട്ട് റെഡിയാക്കി നടക്കണം. കാരണം നമുക്ക് ഇനി ഡെക്കറേറ്റ് കാര്യങ്ങൾ ബാക്കിയേ ഉള്ളൂ, എഴുത്തും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒന്ന് ലാസ്റ്റായിട്ട് ഈ എഡ്ജിന്ന് റെഡിയാക്കാം. പിന്നെ ഞാനിനി ഇവിടെ എഴുതുന്നത് ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തൊരു സെന്റൻസ് ഉണ്ട്, ഒരു പാരഗ്രാഫ് ഉണ്ടത്. അപ്പൊ അത് ഞാൻ ഈ ഒരു ഫ്രെയിമിൽ എഴുതുന്നത്. നിങ്ങളുടെ ഭാവന തന്നെ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഇതന്നെ എഴുതിക്കോ. വിഷിംഗ് ദാറ്റ് ദ ക്രിസ്മസ് and the splendor of this holiday season bring joy to your life and fill your heart with warmth ആൻഡ് ഹാപ്പിനെസ്. മേരി ക്രിസ്മസ് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. മേരി ക്രിസ്മസ് എന്നാണ് എഴുതിയിട്ടില്ല, ബാക്കി ഫുൾ പാരഗ്രാഫ് എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതന്നെ എഴുതാം. എനിക്ക് അത് എൻ്റെ മേലൊന്ന് റെഡ് സ്കെച്ച് വെച്ചിട്ട് ഒന്ന് വരച്ചിട്ടുണ്ട്. ഇനി ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം. മേരി ക്രിസ്മസ് ഞാൻ ഈ ഒരു സൈഡിലാണ് എഴുതുന്നത്. അതിങ്ങനെ കല്ലുകല്ലായിട്ട് വരച്ചിട്ട് ക്യാപിറ്റൽ ലെറ്റർ പോലെ ആക്കിയിട്ട് അതിന്റെ ലെറ്റർ ആയിട്ട് വരാത്ത ഭാഗങ്ങൾ റെഡ് കൊണ്ട് ഒന്ന് കളർ ചെയ്യും. അപ്പം നമുക്ക് കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ എനിക്ക് ഫുള്ളായിട്ടൊന്ന് ലൈൻസ് വരച്ചു കൊടുക്കും. അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അവിടെ ഇതുപോലെയാണ് ചെയ്യുന്നത്. മേരി ക്രിസ്മസ്, ക്രിസ്ത് വരെ മേലെ എഴുതിയിട്ട് ക്രിസ്മസ് താഴെയാണ് എഴുതിയത്. അപ്പൊ ഇതുപോലെ ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഭംഗി വന്നു നമ്മളെ ഫ്രെയിമിന്. അപ്പൊ ഇത്ര കാര്യങ്ങളുള്ളൂ നമ്മളൊരു ചെറിയൊരു ഫ്രെയിമിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ളൂ. ഇതിനേക്കാളും ഡെക്കറേറ്റ് നിങ്ങൾക്ക് കൊടുക്കാം, മുത്തുകളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഇതെന്ത് സിമ്പിളാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. സ്കെച്ച് പെണ്ണും പിന്നെ നമുക്ക് സാന്റേനെ വരക്കാൻ കുറച്ച് കഴിവും മാത്രം മതി. അല്ലെങ്കിൽ നമുക്ക് പ്രിന്റ് എടുത്ത് വരക്കാം. ടെസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അച്ചടിച്ചിട്ട് വരക്കാം. പിന്നെ ഗ്ലിറ്റർ പേപ്പർ കൊണ്ട് ഞാനൊന്നിങ്ങനെ ഗ്ലിറ്റർ ഇങ്ങനെ ഒന്ന് പൂശി കൊടുത്തിട്ട് ഒന്ന് തിളക്കത്തിന് വേണ്ടി പിന്നെ ലവ് ഷേപ്പിൽ മുറിച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ മേരീന്റെ മേല. അപ്പൊ ഇതാ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ഫ്രെയിം ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.